Hi viewers, welcome to my YouTube channel Biology Vlogs. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഫിഷ് പ്രിസർവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഫിഷ് പ്രിസർവേഷൻ എന്ന് നോക്കാം. പ്രിസർവേഷൻ ഓഫ് ഫിഷ് ഈസ് ഡൺ ടു പ്രിവെൻറ്റ് സ്പോയിലേജ്. അപ്പം പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഫിഷിൻ്റെ മാത്രമല്ല, ഏതിൻ്റെ പ്രിസർവേഷൻ ആണെങ്കിലും അത് മെയിനായിട്ടും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പോയിലേജിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഫിഷ് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ ഫിഷിൻ്റെ സ്പോയിലേജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. സിൻസ് ഫിഷ് ഈസ് വെരി പെരിഷബിൾ, ഇറ്റ് ഈസ് ദെയർ ഫോർ നെസസറി ടു പ്രിസർവ് ഫിഷ് ഇഫ് നോട്ട് കൺസ്യൂംഡ് ഓർ ഡിസ്പോസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, ദർ ആർ 3 types ഓഫ് ഫുഡ്: പെരിഷബിൾ ഫുഡ്, സെമി പെറിഷബിൾ, നോൺ പെറിഷബിൾ അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും വെരി പെറിഷബിളായിട്ടുള്ള ഫുഡാണ് ഫിഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെസസറി ആയിട്ട് പെട്ടെന്ന് നമ്മളത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ എന്താണ്, നമ്മൾ കൺസ്യൂം ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്താണ് പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫിഷ് പ്രിസർവേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് എക്സ്റ്റെൻഡിങ് ദ ഷെൽ ലൈഫ് ഓഫ് ഫിഷ് ആൻഡ് അതർ ഫിഷറി പ്രോഡക്ട്സ് ബൈ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ ഫിഷ് പ്രിസർവേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെറിഷബിളായിട്ടുള്ള ഫിഷിൻ്റെ ഷെൽ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് മെയിനായിട്ടും കെമിസ്ട്രി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് അതർ ബ്രാഞ്ചസ് ഓഫ് സയൻസ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ഫിഷ് മാത്രമല്ല, ഫിഷിൻ്റെ ബൈ പ്രോഡക്ട്സ് നമ്മൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് വഴിയിട്ടാണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. Preservation methods maintain the quality of fish for a longer period of time. The dictionary meaning of the word preserve is to keep safe, retain quality, prevent decomposition or fermentation. അപ്പോൾ preserve എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സേഫായിട്ട് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി റിട്ടൈൻ ചെയ്യുക, പ്രിവെൻറ്റ് ഡീകമ്പോസിഷൻ ഓർ ഫെർമെൻറ്റേഷൻ. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ പ്രിസർവിങ് ഫുഡ്സ് ആർ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ടു ടേക്ക് കെയർ ഓഫ് ദി എക്സസ് പ്രൊഡ്യൂസ്. സെക്കൻഡ് വൺ റീച്ചസ് ഏരിയാസ് വെയർ ദ ഫുഡ് ഐറ്റം ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ നമ്മളൊരു ഫുഡ് പ്രിസർവ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് ആ ഫുഡ് ഈസി ആയിട്ട് അവൈലബിൾ അല്ലാത്ത ഏരിയാസിലൊക്കെ ആണെങ്കിൽ ആ ഫുഡ് നമുക്ക് കുറച്ചുകൂടെ നാളെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അതുപോലെ തന്നെ മേക്സ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഈസിയർ ദെൻ പ്രിസർവിങ് ഫുഡ്സ് അറ്റ് ഹോം. അതുപോലെ തന്നെ ഈ പ്രിസർവിങ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോമിൽ തന്നെ ഫുഡ് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും. പ്രോപ്പർ സ്റ്റെപ്സ് ഇൻ ഹാൻഡ്ലിങ് ഫ്രഷ് ഫിഷ്. അപ്പം ഫ്രഷ് ഫിഷിനെ ഹാൻഡിൽ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവോയ്ഡ് എക്സ്പോസിങ് ദ ഫിഷ് ടു സൺലൈറ്റ്, കീപ് ദം ഇൻ എ ഷെയ്ഡഡ് ഏരിയ. അപ്പോൾ ഫ്രഷ് ഫിഷ് കിട്ടുവാണെങ്കിൽ നമ്മളതിനെ സണ്ണിൽ എക്സ്പോസ് ചെയ്യാതെ ഷെയ്ഡഡ് ഏരിയയിൽ കീപ്പ് ചെയ്ത് വെക്കുക. ഐസ് ദ ഫിഷ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദേ കോട്ട് ടു ലോവർ ദെയർ ടെമ്പറേച്ചർ. അപ്പം അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ അല്ലേ, ഫിഷിൻ്റെ ഒരു ആംബിയൻ ടെമ്പറേച്ചർ ഉണ്ടല്ലേ, ആ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഐസിട്ട് വെക്കുക. ദെൻ റിമൂവ് ദ ഗിൽസ് ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻസ്. അപ്പം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫിഷ് ആണെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഗിൽസും ഇൻറ്റേർണൽ ഓർഗൻസും എല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അവോയ്ഡ് സോക്കിംഗ് ദ ഫിഷ് ടു ലോങ് ഇൻ ദ വാട്ടർ ആഫ്റ്റർ ഡെത്ത് ആസ് ദിസ് ഈസിലി സ്പോയിൽസ് ദ ഫിഷ്. അപ്പോൾ നമുക്കറിയാം, വീട്ടിലാണെങ്കിൽ നമ്മൾ ഫിഷ് ഒരുപാട് നേരം വെള്ളത്തിലിട്ടാൽ അത് പെട്ടെന്ന് അതിൻ്റെ ടിഷ്യൂ ഒക്കെ സോഫ്റ്റായിട്ട് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുറേ നേരം സോക്ക് ചെയ്ത് വെക്കാതിരിക്കുക. യൂസ് മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ഇഫ് ദെയർ ആർ ഫെസിലിറ്റീസ്. അപ്പം ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം ഫിഷ് എടുത്ത് യൂസ് ചെയ്യുക. മെത്തേഡ്സ് ഓഫ് ഫിഷ് പ്രിസർവേഷൻ. അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ടുള്ള ഫിഷ് പ്രിസർവേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോൾട്ടിങ്. ഓക്കെ, സോൾട്ട് ഈസ് ദ പ്രിസർവേറ്റീവ് ഏജൻറ്റ് യൂസ്ഡ് ടു ലെങ്തൻ ദ ഷെൽ ലൈഫ് ഓഫ് ഫിഷ് ആൻഡ് ഫിഷറി പ്രോഡക്ട്സ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോൾട്ട് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ഏജൻ്റാണ്. നിങ്ങൾക്കറിയാമല്ലേ, ഉണക്കമീനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫിഷിനെ നമ്മൾ
ഒരുപാട് സാൾട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഉണക്കി ഉപയോഗിക്കും അല്ലേ, ഉണക്കമീൻ എന്ന് പറയും. അതെന്തിനാണ്? ഫിഷിൻ്റെ ഷെൽ ലൈഫ് ലെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാൾട്ടാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ എക്സെപ്റ്റ് ഇൻ ഐസിങ്, റെഫ്രിജറേഷൻ ആൻഡ് ഫ്രീസിങ്. അപ്പം ഈ സാൾട്ടിങ് എന്ന് പറയുന്ന മെത്തേഡ് പ്രിസർവേറ്റീവ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാത്തത്? ഐസിങ് ചെയ്യുമ്പോഴും റെഫ്രിജറേഷനും ഫ്രീസിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സാൾട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ആ ഫ്രീസ് ചെയ്യുമ്പോൾ തന്നെ ഈ എന്താണ് ഫിഷ് സ്പോയിലാവാതെ നോക്കിക്കോളും. There are many different kinds of salt, some being better than the others for fish curing. Okay, different types of salt ഉണ്ട്. അപ്പോൾ പ്രോപ്പർ നല്ല സാൾട്ട് നമ്മൾ യൂസ് ചെയ്യുക. However, in islands or in outlying places there is often no choice and whatever is available in the way of salt has to be used, whether it is bought in a shop, prepared on the spot or extracted from earth containing salt. അപ്പോൾ നമ്മൾ എന്താണ് വലിയ തോതിൽ ഐലൻഡ് ഏരിയയിലൊക്കെ നമ്മൾ ഒരുപാട് എന്താണ് സാൾട്ടിങ് വഴി ഫിഷിനെ പ്രിസർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വാളിറ്റി ഒന്നും നോക്കാതെ ഏതെങ്കിലും സാൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റിങ്ഷൻ മസ്റ്റ് ബി മെയ്ഡ് ബിറ്റ്വീൻ ദ ടു ചീഫ് ടെക്നിക്സ് ഓഫ് സാൾട്ടിങ്, വെറ്റ് സാൾട്ടിങ് ആൻഡ് ഡ്രൈ സാൾട്ടിങ്. ഇപ്പോൾ സാൾട്ടിങ്ങിൽ തന്നെ 2 മെത്തേഡ്സാണുള്ളത്. ഡ്രൈ സാൾട്ടിങ് ഉണ്ട്, വെറ്റ് സാൾട്ടിങ്ങും ഉണ്ട്. ഇവർ തമ്മിൽ നല്ല വ്യത്യാസവും ഉണ്ട്, ഈ 2 മെത്തേഡും തമ്മിൽ. അപ്പോൾ ഇതാണ് സാൾട്ടിങ്. നിങ്ങൾക്ക് അറിയാം, അതിവിടെ ദാണ്ട് ഫ്രഷ് ഫിഷിനെ പിടിച്ചിട്ട് ഉപ്പിട്ട് വെച്ചിരിക്കുന്നു. പിന്നീട് അതിനെ കുറേ ഉണക്കാൻ വെയിലത്ത് വെച്ചിരിക്കുന്നു. ഉണങ്ങിയ കുറച്ച് മത്സ്യങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സാൾട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും വെറ്റ് സാൾട്ടിങ്ങും ഉണ്ട്, ഡ്രൈ സാൾട്ടിങ്ങും ഉണ്ട്. വെറ്റ് സാൾട്ടിങ് എന്തെന്ന് നോക്കാം. വെറ്റ് സാൾട്ടിങ്, ദിസ് ഈസ് എ ചീപ്പർ സിൻസ് ഇറ്റ് റിക്വയർസ് ലെസ്സർ എമൗണ്ട് ഓഫ് സാൾട്ട്. അപ്പോൾ വെറ്റ് സാൾട്ടിങ് ആണ് ഏറ്റവും ചീപ്പറായിട്ടുള്ള മെത്തേഡ്. അതിന് കുറച്ച് എമൗണ്ട് ഓഫ് സോൾട്ട് മതി. ദ പ്രിൻസിപ്പിൾ ഈസ് ടു കീപ് ദ ഫിഷ് ഫോർ എ ലോങ് ടൈം ഇൻ ബ്രൈൻ. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ വെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രൈൻ സൊല്യൂഷനാണ് അല്ലേ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണിത് ഫിഷിന് ഇട്ട് വെക്കുന്നത്. ദ എക്യുപ്മെൻറ്റ് നീഡഡ് കൺസിസ്റ്റ് ഓഫ് എ വാട്ടർ ടൈറ്റ് കണ്ടെയ്നർ വിച്ച് ക്യാൻ ബി എ ടിൻ, ഡ്രം, കനോയ്, ബാരൽ എക്സെട്ര. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് എന്താണ്, വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയിരിക്കണം. അത് വേണമെങ്കിൽ ടിൻ ആവാം, ഡ്രം ആവാം, കാനോ ആവാം, ബാരൽ ആവാം, ഏത് ടൈപ്പ് കണ്ടെയ്നറും നമുക്ക് യൂസ് ചെയ്യാം. ടു മേക്ക് ദ ബ്രൈം one takes 4 parts of clean water and 1 part of salt. സീ ഓർ ഫ്രഷ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ബ്രൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 parts ഓഫ് ക്ലീൻ വാട്ടറിൽ നമ്മൾ 1 part ഓഫ് സാൾട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇഫ് ദ സാൾട്ട് ഈസ് കോഴ്സ് ഇറ്റ് ഹാസ് ടു ബി ഗ്രൗണ്ട് ഓർ പൗഡേർഡ് ഫസ്റ്റ്. അപ്പം സാൾട്ട് എന്ന് പറയുന്നത് ഇപ്പം വലിയ സാൾട്ടിൻ്റെ ഒരു കല്ലുണ്ടല്ലോ, ഉപ്പ് കല്ലെന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു വലിയ കോഴ്സായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് നമ്മൾ പൗഡേർഡ് ഫോം ആക്കണം, എന്നിട്ടേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് ദെൻ ഡിസോൾവ് ഇൻ ടു ദ വാട്ടർ ബൈ സ്റ്റിറിങ് വിത്ത് എ പീസ് ഓഫ് വുഡ്. ടു ബി ഗുഡ് ദ ബ്രൈം മസ്റ്റ് ഫ്ലോട്ട് എ ഫിഷ്. അപ്പം എന്താണ്, ഈ ബ്രൈമിൽ നമ്മുടെ ഫിഷ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അത്രയും ബ്രൈം സൊല്യൂഷൻ നമ്മൾ വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. After the fish has been prepared according to its size, it must be cleaned and put in the brine. അപ്പോൾ നമ്മൾ ഫിഷിനെ വെറ്റ് സാൾട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷിനെ പ്രിപ്പയർ ചെയ്യുക, അതിനെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം എന്താണ്, അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ബ്രൈൻ സൊല്യൂഷനിൽ വേണം നമ്മളിടുക. അതായത് കണ്ടെയ്നർ, അതിനൊത്ത കണ്ടെയ്നറിൽ വേണം നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ഫിഷിനെ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. എ പ്ലാങ്ക് ഓർ മാറ്റിംഗ് ഈസ് ലെയ്ഡ് ഓവർ ഇറ്റ് ആൻഡ് വെയ്റ്റഡ് with rocks so that the fish is entirely covered with brine. This salted fish can be kept for a long time in a dark or at least a shaded place. അപ്പോൾ ഇങ്ങനെ സോൾട്ട് ചെയ്ത ഫിഷിനെ നമുക്ക് എന്താണ്, കുറേ നാൾ നമുക്ക് ഡാർക്ക് അല്ലെങ്കിൽ എന്താണ് ലീസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡി പ്ലേസിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ദ റിമൈനിങ് ബ്രൈം ക്യാൻ ബി യൂസ്ഡ് 3 times. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ബ്രൈം, അതായത് ഒരുപാട് നാൾ നമ്മളിങ്ങനെ ഫിഷിനെ വെറ്റ് സാൾട്ടിങ് കഴിഞ്ഞിട്ടുള്ള ബ്രൈൻ സൊല്യൂഷൻ നമുക്ക് 3 തവണ വരെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് വാട്ടർ ആൻഡ് സാൾട്ട് മസ്റ്റ് ബി ആഡഡ് എവറി ടൈം അണ്ടിൽ എ ഫിഷ് ക്യാൻ എഗെയിൻ ഫ്ലോട്ട് ഓൺ ദ ലിക്വിഡ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബ്രൈം സൊല്യൂഷൻ 3 times യൂസ് ചെയ്യാം. എന്നിരുന്നാലും പുതിയ മീനെ ആഡ് ചെയ്യുമ്പോൾ ആ മീൻ എന്തായിരിക്കണം, ഫ്ലോട്ട് ചെയ്യണം, ബ്രൈം സൊല്യൂഷൻ ഫ്ലോട്ട് ചെയ്യണം. അതിന് അത്രയും ഉള്ള വാട്ടറും സാൾട്ടും നമ്മൾ പിന്നീടും ആഡ് ചെയ്യണം.
ഇൻ എനി കേസ് ഫ്രഷ് ബ്രൈം ഈസ് ഓൾവേസ് ബെസ്റ്റ്. അപ്പോൾ നമ്മൾ 3 ടൈം റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുണ്ടെങ്കിലും വെറ്റ് സാൾട്ടുകൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ബ്രൈം സൊല്യൂഷനാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഡ്രൈ സാൾട്ടിങ് എന്താണെന്ന് നോക്കാം. In this method the fish is salted but the juices, slim and brine are allowed to flow away. നമ്മൾ എന്താണ് ഈ ഫിഷിനെ സോൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ്, അതായത് ഈ ബ്രൈം സൊല്യൂഷൻ നമ്മൾ കളയാണ് ചെയ്യുന്നത്. ഡ്രൈ സാൾട്ടിങ് ക്യാൻ ബി ഡൺ in an old canoe or mats, leaves, boxes, etc. In any case, the brine formed by the fish juices and the salt must be allowed to run away. അങ്ങനെ എന്താണ് ഫിഷിൻ്റെ ജ്യൂസ്, ഫിഷ് കുറേ നേരം ഈ ബ്രൈം സൊല്യൂഷൻ ഇട്ട് കഴിയുമ്പം അതിൻ്റെ ബോഡി ഫ്ലൂയിഡൊക്കെ അതിനകത്തോട്ട് ആവത്തില്ലേ, അപ്പോൾ ആ ഒരു ഫ്ലൂയിഡുള്ള സാൾട്ട് സൊല്യൂഷൻ നമ്മൾ കളയാണ് ചെയ്യുന്നത്. For 2 parts of fish, one needs 1 part of salt. ലെയേഴ്സ് ഓഫ് ഫിഷ് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ബൈ ലെയേഴ്സ് ഓഫ് സാൾട്ട്. അപ്പോൾ ഓരോ ലെയറിലും ലെയർ ആയിട്ടാണ് നമ്മൾ ഒരു ലെയർ ഫിഷ്, അതിൻ്റെ മുകളിൽ സോൾട്ട്, പിന്നെയും ഫിഷ്, അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഡ്രൈ സാൾട്ടിങ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വാല്യുബിൾ മെത്തേഡ് വെൻ വൺ ഹാസ് നോ കണ്ടെയ്നേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഡ്രൈ സാൾട്ടിങ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ മാറ്റ്സും ബോക്സസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു salt down flying fish in open fishing boats while at sea, and the fish in this case are kept whole. Some people like the salty taste of fish prepared in this way, but it is always possible to wash the salt away by soaking it in fresh water before use. അപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് ഡ്രൈ സാൾട്ടിങ് വഴി പ്രിപ്പയർ ചെയ്യുന്ന ഫിഷിൽ ഒരുപാട് എമൗണ്ട് ഓഫ് സോൾട്ട് കാണും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഫ്രഷ് വാട്ടറിൽ കുറേ നേരം സോക്ക് ചെയ്തിടുക. അപ്പോൾ അൺവാണ്ടഡ് സോൾട്ട് എല്ലാം പോയിട്ട് ഒരു സോൾട്ടഡ് ടേസ്റ്റുള്ള ഫിഷ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യരുത്. Sun drying and dehydration. Okay, drying is the process in which moisture is removed by exposure to natural air current as humidity is regulated by climatic condition. Dehydration is the process of removing moisture with the use of mechanical device that provides artificial heat for drying. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട്, മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ട് മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. Very small and thin fish can be dried straight away in the sun if they are brought in early enough in the morning. അപ്പോൾ വളരെ സ്ലിം ആയിട്ടുള്ള സ്മോൾ ഫിഷസ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി ഏർലി മോർണിംഗ് കൊണ്ടുവെക്കുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടും. If these conditions are not fulfilled, the fish must be put for 1 night in brine or dry salt. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഡീഹൈഡ്രേറ്റ് ചെയ്യാനോ സൺ ഡ്രൈയിങ് ഉള്ള കണ്ടീഷൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഫിഷിനെ കൊണ്ടുവന്നിട്ട് ഓവർനൈറ്റ് ബ്രൈം സൊല്യൂഷൻ ഇട്ടിട്ട് ഡ്രൈ സാൾട്ടഡ് ആക്കുക ഫിഷിനെ. ദേ ക്യാൻ ബി ഡ്രൈഡ് ദ നെക്സ്റ്റ് മോർണിംഗ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, രാത്രിയിലാണ് ഫിഷിനെ കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെ ബ്രൈം സൊല്യൂഷൻ ഇടുക, ഓവർനൈറ്റ് ഇടുക. പിറ്റേന്ന് എടുത്തിട്ട് എന്താണ് ഓവർ വാട്ടർ ബ്രൈം സൊല്യൂഷനൊക്കെ റൺ ഔട്ട് ചെയ്ത് കളയുക. അതിനുശേഷം കിട്ടുന്ന ഫിഷിനെ നമ്മൾ സണ്ണിൽ എന്ത് ചെയ്യുന്ന ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സൺ ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ ആൻഡ് സൺ ഡ്രൈയിങ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ സാൾട്ട് ചെയ്തിട്ടുള്ള ഫിഷിനെ നമ്മൾ മാറ്റ്സിൽ ഇങ്ങനെ സണ്ണിൻ്റെ ഒരു സണ്ണൊരു മീഡിയേറ്റർ ആവും ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട്, അല്ലെ എൻ്റെ വെയിലൊക്കെ ആയിട്ട് നല്ല ഉണങ്ങിയ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിസർവേഷനാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ പുകയ്ക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ എനി കൈൻഡ് ഓഫ് ഫിഷ് ക്യാൻ ബി സ്മോക്ക്ഡ്. സ്മോക്കിങ്ങിൽ നമുക്ക് എങ്ങനെയുള്ള ഫിഷസ് നമുക്ക് സ്മോക്ക് ചെയ്യാനായിട്ട് പറ്റും. ദർ ആർ 3 മെയിൻ മെത്തേഡ്സ് ഓഫ് സ്മോക്കിംഗ്. സ്മോക്കിങ്ങിൽ മെയിനായിട്ടും 3 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആൻഡ് റോസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഹോട്ട് സ്മോക്കിംഗ്, തേർഡ് വൺ എന്ന് പറയുന്നത് ലോങ് സ്മോക്കിംഗ്. ഇപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം സ്മോക്കിങ്ങും സാൾട്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സ്മോക്കിങ്ങിൽ നമുക്ക് ഏത് ഫിഷ് ആണെങ്കിലും നമുക്ക് സ്മോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മിക്കവാറും നമ്മൾ ഡ്രൈ സോൾട്ട് ചെയ്യുന്നത്
സ്മോൾ വളരെ കുറഞ്ഞ ചെറിയ മീനുകളെയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡ്രൈ സാൾട്ട് ചെയ്തിട്ട് സാൾട്ടിങ് വഴി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്മോക്കിങ്ങിൻ്റെ പിക്ചർ. നമ്മൾ ഫിഷസിനെയൊക്കെ ഒരു റൂമിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് അതിനുള്ളിൽ നമ്മൾ ഇങ്ങനെ പുകയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്മോക്കിംഗ് ആൻഡ് റോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഫോർ കൺസപ്ഷൻ either directly after curing or within 12 hours. അപ്പം എന്ന് പറയുന്നത് പെട്ടെന്നുള്ളൊരു പ്രിസർവേഷൻ മെത്തേഡാണ്. എന്താണ് ക്യൂർ ചെയ്തതിന് കറിയിങ്ങിന് വേണ്ടിയിട്ടും പെട്ടെന്ന് ഡയറക്റ്റായിട്ട് കറിയിങ്ങിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിത്തിൻ 12 hours നമുക്ക് ഇങ്ങനെ സ്മോക്ക് ചെയ്ത എന്താണ് ഫിഷസിനെ യൂസ് ചെയ്യാൻ പറ്റും. റീസ്മോക്കിംഗ് ആൻഡ് റോസ്റ്റിംഗ് ക്യാൻ കീപ് ദ പ്രോഡക്റ്റ് ഇൻ ഗുഡ് കണ്ടീഷൻ ഫോർ എ ഫർദർ 12 hours. അപ്പോൾ റീസ്മോക്കിംഗ് ആൻഡ് റോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 12 hours വരെയെങ്കിലും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ചീത്തയാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഫ്രഷ് അൺസാൾട്ടഡ് ഫിഷ് ഈസ് പുട്ട് ഓവർ എ വുഡ് ഓർ കോക്കനട്ട് ഹസ്ക് ഫയർ. അപ്പം എന്താണ് കോക്കനട്ട് ഹസ്ക് ഫയറിൽ അല്ലെങ്കിൽ വുഡിൽ നമ്മുടെ ഫ്രഷ് അൺസാൾട്ടഡ് ആയിട്ടുള്ള ഫിഷാണ് സ്മോക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്മോക്കിങ്ങിൽ നമ്മൾ സാൾട്ട് ഉപയോഗിക്കുന്നില്ല. ഫ്രഷായിട്ട് കിട്ടുന്ന ഫിഷിനെ വുഡിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഹസ്ക് ഫയറിലോ എന്താ ചെയ്യുന്നത്, നിരത്തി വെക്കുന്നു. ദിസ് ഷുഡ് ബി കെപ്റ്റ് വെരി സ്മോൾ ആൻഡ് ദ ഫിഷ് ടേൺഡ് ഓവർ എവറി 5 minutes. അങ്ങനെ പുകയ്ക്കുമ്പോൾ എന്താണ്, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പുകയ്ക്കുകയാണ് ചെയ്യുന്നത്, ഫയർ കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഓരോ 5 minutes ഈ ഫിഷിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം, കാരണം ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ഈ സ്മോക്ക് ഏൽക്കാനായിട്ട്. In about half an hour the fish is ready for consumption, or if it is the intention to keep it for a while it should be put in an aerated container. അപ്പോൾ നമ്മൾ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്ത ഫിഷിനെ നമ്മൾ എയറേറ്റഡ് കണ്ടെയ്നറിലേക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഫിഷ് ക്യാൻ ബി പ്രിസർവ്ഡ് ഇൻ ദിസ് വേ ഈവൻ ഇൻ ഓപ്പൺ ഫിഷിംഗ് ബോട്ട്സ്, ബട്ട് ദ സ്മോക്കിംഗ് ഹാസ് ടു ബി ഡൺ ഇൻ എ ടിൻ ഓർ എ ഹാഫ് ഡ്രം. അപ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടിൻ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡ്രമ്മിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മോക്കിംഗ് ചെയ്യുന്നത്. സോൾട്ടഡ് ഫിഷ് ക്യാൻ ഓൾസോ ബി സ്മോക്ക്ഡ് ബൈ ദിസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ദർ ആർ സിസ്റ്റംസ്, ദർ ആർ മെത്തേഡ്സ് ടു സ്മോക്ക് സോൾട്ടഡ് ഫിഷ്, അതുകൊണ്ട് ഓക്കെ. ബട്ട് ദിസ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ ഇമ്മീഡിയറ്റ് കൺസപ്ഷൻ ഓർ ഇൻ ഓർഡർ ടു ബ്രിങ് ദ പ്രോഡക്റ്റ് ഇൻ സ്മോക്ക്ഡ് ഫോം ടു എ നിയർ ബൈ മാർക്കറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടിയിട്ട്, ഇമ്മീഡിയറ്റ് കൺസപ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് നമ്മളുടെ നിയർ ബൈ മാർക്കറ്റിലേക്ക് ബ്രിങ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയൊക്കെ നമുക്ക് സോൾട്ടഡ് ഫിഷിനെ നമുക്ക് സ്മോക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഹോട്ട് സ്മോക്കിംഗ് എന്താണെന്ന് നോക്കാം. ഹോട്ട് സ്മോക്കിംഗ് സിസ്റ്റംസ് can be used for immediate consumption or keep the fish for a maximum of 48 hours. Small fish can be salted first for half an hour. Okay, after salting they are put on iron spits and dried in a windy place or in the sun for another half hour. A fire of hardwood or coconut husk is made in the stove, and once it is well started it is regulated so as to give no flames. അപ്പോൾ ഹോട്ട് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഹാർഡ്വുഡ് അഥവാ കോക്കനട്ട് ഹസ്കിൽ നമ്മൾ ഫയർ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ എന്താ ചെയ്യും, സ്റ്റൗവിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് ഫയർ കൊടുക്കും. അതിന് ശേഷം എന്താണ് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഫ്ലെയിമിലായിരിക്കും നമ്മൾ ഈ ഹോട്ട് സ്മോക്കിംഗ് നടത്തുന്നത്. The fish are then placed over the spits. During the smoking operations, the top of the drum must be covered with a sack or with the palm fronds laid as close together as possible. അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഏത് ഡ്രമ്മാണോ കണ്ടെയ്നറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തിരിക്കണം. ഓക്കെ, ദ ഫയർ കൺട്രോൾ ഓപ്പണിംഗ് ഷുഡ് ഓൾസോ ബി ക്ലോസ്ഡ്. അപ്പം ഫയർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഓപ്പണിംഗ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം, എന്നാലേ പുകയുണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫയറാണ് വേണ്ടത്, എന്നാലേ പുക ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫ്ലെയിം വരാത്ത രീതിയിൽ നമുക്ക് എന്താണ് ഈ സ്മോക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ദ ഫിഷ് will be ready in about 1 hour. An indication that they are done will be
ഫൗണ്ട് ഇൻ ദ ഗോൾഡൻ യെല്ലോ കളർ ഓഫ് ദി സ്കിൻ. അപ്പം ഹോട്ട് സ്മോക്കിംഗ് വഴി ഫിഷ് റെഡി ആവുന്നത് വിത്തിൻ 1 hour തന്നെ റെഡിയാവും. ഇൻഡിക്കേഷൻ ഫിഷ് റെഡി ആയെന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ കളറായിട്ട് മാറും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് സ്മോക്കിംഗ് അല്ലേ. 3 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സ്മോക്കിംഗ് ആൻഡ് റോസ്റ്റിംഗ്, ദെൻ hot smoking, then long smoking. So long smoking, a fish must be kept in a good condition for a long time. Long time ന് വേണ്ടിയിട്ടാണ് long smoking യൂസ് ചെയ്യുന്നത്. For instance 2 or 3 months or even longer. 2 or 3 months അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയത്ത് നമുക്ക് ഫിഷിനെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ലോങ് സ്മോക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതർ മെത്തേഡ്സിലെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് യൂസ് അതല്ലെങ്കിൽ 12 hours വരെയാണ് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. It can be done by smoking provided the fish is not oily. അപ്പം ഓയിലി അല്ലാത്ത ഫിഷിനെയാണ് നമ്മൾ ലോങ് സ്മോക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്. For this purpose a small closed shed made of palm leaves or other local material can be used. ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഷെഡ് സ്മോൾ പാം ലീവ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലോക്കൽ മെറ്റീരിയൽസോ യൂസ് ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടൊരു ഷെഡ് ഉണ്ടാക്കുക. The dimensions of the shed depends of course on the quantities of fish to be smoked, but the height should in no case be less than 6 feet. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താണ് ഷെഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫിഷിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. പക്ഷേ ഹൈറ്റ് എന്ന് പറയുന്നത് 6 feet കുറയാൻ പാടില്ല. ഇൻ ദിസ് ഷെഡ് റാക്സ് ആർ ബിൽഡ് ടു ഹാങ് ദ ഫിഷ് ഫ്രം ഓൺ ടു ലേ ദം അപ്പോൺ. ഹാങ്ങേഴ്സ് വേണം. ഹാങ്ങിങ് ദ ഫിഷ് ഓൺ സ്പിറ്റ്സ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്, ബട്ട് ദേ ക്യാൻ ഓൾസോ ബി ലെയ്ഡ് ഓൺ ലൂസ്ലി വൂവൺ മാറ്റിംഗ്. നമുക്ക് മാറ്റിങ്ങിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു മാറ്റിൽ പിന്നെ നിരത്തി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹാങ്ങിങ്ങിൽ റാക്സിൽ നമുക്ക് ഹാങ് ചെയ്തിട്ട് ഫിഷിനെ ഇടാൻ പറ്റും. ഈ മെത്തേഡിൽ വൺ ക്യാൻ സ്റ്റാർട്ട് ഹാങ്ങിങ് ഫിഷ് 3 feet ഫ്രം ദ ബോട്ടം അപ്പ് ടു ദ റൂഫ്. അങ്ങനെ ഫിഷിനെ നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 മെത്തേഡാണ് നമ്മൾ സ്മോക്കിങ്ങിൽ പഠിച്ചത്. ഏതൊക്കെയാണ്? സ്മോക്കിംഗ് ആൻഡ് റോസ്റ്റിംഗ്, ദെൻ ഹോട്ട് സ്മോക്കിംഗ്, ദെൻ ഏതാണ് ലോങ് സ്മോക്കിംഗ്. ലോങ് സ്മോക്കിങ്ങിലാണ് നമുക്ക് ഒരുപാട് നാൾ ലോങ് ടൈം സ്റ്റോറേജിന് വേണ്ടിയിട്ട് ലോങ് സ്മോക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഹോട്ട് സ്മോക്കിങ്ങും റോസ്റ്റിങ്ങിലും ഒക്കെ നമുക്ക് 12 hours വരെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ചില്ലിങ് ആണ്. ഓക്കെ, ചില്ലിങ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കവറിങ് ദ ഫിഷ് വിത്ത് ലെയേഴ്സ് ഓഫ് ഐസ്. ഐസിൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം എന്താണ് മീൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് ആ ബോക്സിൽ കണ്ടെയ്നറിൽ നമ്മൾ ഫിഷിനെ ചില്ലിങ് ആണ് ഉപയോഗിക്കുന്നത്. ഫിഷിനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഐസ് കട്ട പൊടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ചില്ലിങ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. However, ice alone is not efficient for long preservation. അപ്പം ലോങ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ഈ ഐസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇനഫ്. ഓക്കെ, അതൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡല്ല. ബിക്കോസ് മെൽറ്റിംഗ് വാട്ടർ ബ്രിങ്സ് അബൌട്ട് എ സോർട്ട് ഓഫ് ലീച്ചിങ് ഓഫ് വാല്യുബിൾ ഫ്ലഷ് കണ്ടൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിഷിനെ നമ്മൾ ഒരുപാട് നേരം വാട്ടറിൽ സോക്ക് ചെയ്തിടുകയാണെങ്കിൽ അതിൻ്റെ സ്പോയിലാവും പെട്ടെന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ ചില്ലിങ്ങിലും. അപ്പോൾ ഐസ് ഫിഷിൻ്റെ പുറത്ത് ഇടുന്നുണ്ട് എങ്കിലും ഓവർ ടൈം ഒരുപാട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഐസൊക്കെ മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യും. ഈ വാട്ടർ ഫിഷിനെ സോക്ക് ചെയ്യും. അപ്പോൾ അത് നല്ലൊരു ഗുഡ് മെത്തേഡ് അല്ല. ഇറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഫ്ലേവർ. ബട്ട് ഐസ് ഈസ് എഫക്റ്റീവ് ഫോർ ഷോർട്ട് ടേം പ്രിസർവേഷൻ സച്ച് ആസ് ഈസ് നീഡഡ് ടു ട്രാൻസ്പോർട്ട് ലാൻഡഡ് ഫിഷ് ടു നിയർ ബൈ മാർക്കറ്റ്സ് ഓർ എ ക്യാനിങ് ഫാക്ടറീസ്. അപ്പം ഇതൊരു നല്ല മെത്തേഡാണ്. എപ്പോഴാണ് ഷോർട്ട് ടേം പ്രിസർവേഷന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ലാൻഡിൽ ഫിഷിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിയർ ബൈ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ക്യാനിങ് ഫാക്ടറീസിലൊക്കെ കൊണ്ടുപോകുന്ന ആ ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ടേഷൻ ഇറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചില്ലിങ് എന്ന് പറയുന്നത്. മീൻ എടുക്കുക, അതിൻ്റെ മുകളിൽ കുറച്ച് ഐസുകൾ വിതറുക, അതാണ് നമ്മൾ ചില്ലിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാനിങ് ആണ് അല്ലേ. ക്യാനിങ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ വെരി എഫക്റ്റീവ് മെത്തേഡ് തോ കോസ്റ്റ്ലി. ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തേഡാണ് എങ്കിൽ പോലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ക്യാനിങ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഈസ് വെരി ഗുഡ് ആൻഡ് റിറ്റെയിൻസ് മച്ച് ഓഫ് ഫ്ലേവർ. അപ്പോൾ ക്യാനിങ് വഴി ഉള്ള ഫുഡാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറും ക്വാളിറ്റിയും അതുപോലെ ന്യൂട്രിയൻസും ഒക്കെ തന്നെ അത്
റീറ്റെയിൻ ചെയ്യും. ഫിഷ് ഈസ് ക്ലീൻഡ് ആൻഡ് ദെൻ കട്ട് ഇറ്റ് ടു പ്രോപ്പർ ബോൺലെസ് പീസസ് ഇൻ ഫില്ലറ്റിംഗ് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ഫിഷ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് പ്രോപ്പർ പീസസ് ആയിട്ട് ബോണൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്യാൻ ചെയ്യുന്നത്. ദ പീസസ് ആർ ദെൻ ബ്രൈൻഡ് ഓർ പിക്കിൾ ടു റിമൂവ് ടു ഇംപ്രൂവ് ടേസ്റ്റ്. ഓക്കെ, ബ്രൈൻ ചെയ്യും, സാൾട്ട് ചെയ്യാറുണ്ട് ക്യാനിങ്ങിൻ്റെ ഭാഗമായിട്ട്. പ്രിലിമിനറി കുക്കിംഗ് ഈസ് ദെൻ ക്യാരിഡ് ഔട്ട്. കുക്ക്ഡ് പീസസ് ആർ ദെൻ പുട്ട് ഇൻ ക്യാൻസ്. ഫൈനൽ കുക്കിംഗ് കമ്പൈൻസ് സ്റ്റെറിലൈസേഷൻ വിത്ത് സ്റ്റീം ആൻഡ് ഹൈ ടെമ്പറേച്ചർ അറ്റ് 110 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 110 ഡിഗ്രി സെൽഷ്യസിലാണ് ഫിഷിൻ്റെ ക്യാനിങ് നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ക്യാൻസ് ആർ ഫൈനലി സീൽഡ് ഇൻ കണ്ടെയ്നേഴ്സ്. ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻസ് അവസാനം സീൽ ചെയ്തിട്ട് കന്നറീസിൽ കീപ്പ് ചെയ്യും. Keeping period depends upon the quality of raw material used as well as the vacuum created in the sealed cans. അപ്പം എന്താണ് കീപ്പിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത്? ഏത് റോ മെറ്റീരിയലാണ്, ഏത് ടൈപ്പ് ഓഫ് ഫിഷാണ് നമ്മൾ യൂസ് ചെയ്തത്, അതുപോലെ എന്തുമാത്രം വാക്വമാണ് നമ്മളുടെ ഈ സീൽഡ് ക്യാൻസിൽ ക്രിയേറ്റ് ചെയ്തതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കീപ്പിംഗ് ക്വാളിറ്റി പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും വെരി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ക്യാനിങ് എന്ന് പറയുന്നത്. പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഫ്ലേവർ, അതുപോലെ ന്യൂട്രീഷ്യസ് വാല്യൂസൊക്കെ ഒരുപാട് കീപ്പ് ചെയ്യുന്നത് ക്യാനിങ് എന്ന് പറയുന്ന പ്രിസർവേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇതാണ് പിക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാനിങ് എന്ന് പറയുമ്പോൾ ക്യാൻസിൽ നമ്മളിങ്ങനെ കീപ്പ് ചെയ്യും. ഓക്കെ, 110 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്യാനിങ്ങിൽ നമ്മൾ ഫിഷിനെ ഉപയോഗിക്കുന്നത് ടെമ്പറേച്ചർ. ഓക്കെ, വൺ മോർ മെത്തേഡുണ്ട്, 2 മോർ മെത്തേഡുണ്ട്. അതിൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിക്ലിംഗ് ആണ്. പിക്ലിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ആൻ ഈസി മെത്തേഡ് ഫോർ പ്രിസർവിങ് ഫിഷ്. ഈവൻ നമ്മുടെ ഹോമിൽ ഫിഷ് പ്രിസർവേഷൻ മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പിക്ലിംഗ് എന്ന് പറയുന്നത്. പിക്ലിഡ് ഫിഷ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദ റെഫ്രിജറേറ്റർ അറ്റ് നോ ഹയർ ദാൻ 40 ഡിഗ്രി ഫാരൻഹീറ്റ്. പിക്കിൾ ചെയ്ത ഫിഷ് നമ്മൾ വെളിയിൽ കീപ്പ് ചെയ്ത് എന്ത് സംഭവിക്കും? ഫംഗസ്, ബാക്ടീരിയ അങ്ങനെയുള്ള പാത്തജൻസ് അറ്റാക്ക് ചെയ്യും. അത് പെട്ടെന്ന് സ്പോയിലേജ് ആവാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ടും ഫംഗസ്, മോൾസ് ഒക്കെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫ്രിജറേറ്ററിൽ 40 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് കീപ്പ് ചെയ്യേണ്ടത്. ആൻഡ് ഫോർ ബെസ്റ്റ് ഫ്ലേവർ മസ്റ്റ് ബി യൂസ്ഡ് വിത്തിൻ 4 to 6 വീക്സ്. വിത്തിൻ 4 to 6 വീക്സാണ് നമ്മൾ പിക്ലിംഗ് ചെയ്ത ഫിഷസ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ടൈപ്പ്. ഓൺലി എ ഫ്യൂ സ്പീഷീസ് ഓഫ് ഫിഷ് ആർ പ്രിസർവ്ഡ് കമേഴ്ഷ്യലി ബൈ പിക്ലിംഗ്, ബട്ട് ഓൾമോസ്റ്റ് എനി ടൈപ്പ് ഓഫ് ഫിഷ് മേ ബി പിക്കിൾഡ് അറ്റ് ഹോം. ഹോമിലാണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫിഷിനെ പിക്കിൾ ചെയ്യാം. പക്ഷേ കൊമേഴ്ഷ്യലാണിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാ ഫിഷസിനെയും ഒന്നും പിക്കിൾ ചെയ്യാറില്ല. Refrigerate the fish during all stages of pickling process. Ingredients for pickled fish എന്ന് പറയുമ്പം ഫിഷ് യൂസ് ഓൺലി ഫ്രഷ് ഹൈ ക്വാളിറ്റി ഫിഷ് യൂസ് ചെയ്യണം. ഹാർഡ് വാട്ടർ നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്താണ്? ഇറ്റ് കോസസ് ഓഫ് കളർ ആൻഡ് ഫ്ലേവേഴ്സ്. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് സ്പോയിൽ ആവാൻ, ഫംഗസ്, മോൾസ് ഒക്കെ പെട്ടെന്ന് അതിനകത്ത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ലിങ്ങിൽ രണ്ട് ഫാക്ടേഴ്സാണ് വിനീഗറും സാൾട്ട്. നിങ്ങൾക്കറിയാലോ അല്ലേ? വിനീഗർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സാൾട്ട് യൂസ് ചെയ്യാം. ഹൈ ഗ്രേഡ് സാൾട്ട് തന്നെ യൂസ് ചെയ്യണം. ഇതാണ് സം ഓഫ് ദി പിക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രീസിങ് മെത്തേഡ്സ് നോക്കാം. അപ്പോൾ 2-3 പേരെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീസിങ് മെത്തേഡ്സ്, കുറച്ച് അതിൻ്റെ ടെക്നിക്സും മെഷീൻസും അതിനെ പറ്റിയൊക്കെ പറയണമെന്ന്. അപ്പോൾ കുറച്ചേറെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രീസിങ് മെത്തേഡ്സ് നോക്കാം.